പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളമിറങ്ങുന്നില്ല. തോട്ടപ്പള്ളിയിലെ സർക്കാരിന്റെ അനാസ്ഥ അപ്പർ കുട്ടനാടിനെയും ബാധിച്ചതായി പരാതി. മേഖലയിൽ നൂറുകണക്കിന് വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറിയ നിലയിൽ തുടരുകയാണ്. ഒരാഴ്ചയായി പ്രളയക്കെടുതി തുടരുകയാണ്. വീടുകളിൽ കയറിയ വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. ഉൾപ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്കെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും. നിലവിലെ എല്ലാ വീടുകളിലും നിലയില്ലാത്ത പൊക്കം വെള്ളം കയറിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതിപ്പോഴും തിരിച്ചു വരാത്തൊരവസ്ഥയാണ്. എൻ്റെ ഫാമിലിയും കുടുംബവും എല്ലാവരും ആ ഒരു വെളുപ്പാങ്കാലത്ത് ഉണ്ടായ ആ ഉരുൾപൊട്ടൽ സംബന്ധമായുള്ള വെള്ളപ്പൊക്കത്തിൽ കിട്ടിയതും വാരിപ്പൊടിക്കൊണ്ട് ഓടിയ ഒരവസ്ഥയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിൽ നിന്നുള്ള വെള്ളം ഇതുവരെയും ആറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നലെ കൂടെ ഏകദേശം ഒരു കുറവ്, നേരിയ രീതിയിൽ വെള്ളത്തിന് കുറവുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തൊട്ട് അങ്ങനെ തന്നെ നിൽക്കുക. വെള്ളത്തിൽ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ സാധനങ്ങളും എല്ലാം, ഏറെക്കുറെ തുണികളും അലമാരികളെല്ലാം വെള്ളക്കെട്ടിനകത്ത് തന്നെയാണ്. പെരിങ്ങര, നെടുമ്പുറം, നിരണം, വേങ്ങൽ, ആലന്തുരുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇനിയും ദുരിതം ഒഴിയാത്തത്. മഴ പൂർണ്ണമായി മാറി നിന്നാലും ദിവസങ്ങളെടുക്കും വെള്ളമിറങ്ങാൻ. ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വെള്ളം കയറിയ നിലയിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ തുടരുകയാണ്. അതേസമയം ആറന്മുളയിൽ വെള്ളക്കെട്ടൊഴിവായതോടെ ശുചീകരണ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.